ശ്രീ നാസർ കൊളായി, യഥാർത്ഥത്തിൽ ഇന്നലെ പേരാമ്പ്രയിൽ നടന്നത്, പേരാമ്പ്രയിലുള്ള പൊതുപ്രവർത്തകരോട്, അവിടുത്തെ പ്രാദേശിക ലേഖകരോടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടു. അവർ പറയുന്ന വസ്തുതകൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളുമായി ചേരുന്നതാണ്. അവിടെ അക്രമം LDFുമായി നടന്നിട്ടില്ല, സംഘർഷം ഉണ്ടായിട്ടില്ല. പക്ഷേ അക്രമം സൃഷ്ടിച്ചത് പോലീസിനോട് ആദ്യം ഷാഫി പറമ്പലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഇതടക്കമുള്ള വസ്തുതകൾ പുറത്തെത്തുന്നു. നാസർ കൊളായി. അജിംഷാദെ, ഇവിടെ റെജി പറഞ്ഞ ഒരു കാര്യത്തിൽ തുടങ്ങണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റെജി ഇവിടെ പച്ചക്കള്ളം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ DYSP പറഞ്ഞു കോൺഗ്രസ്സുകാർ രാവിലെ പറയുന്നുണ്ട്. അതെ, CPMന്റെ ഗുണ്ടകൾ അവിടെ നിൽക്കുന്നു, നിങ്ങൾ പിരിഞ്ഞു പോകണം എന്ന് DYSP പറഞ്ഞു. ഏത് DYSP പറഞ്ഞത്? ആ ബൈറ്റ് ഒന്ന് കാണിക്കാൻ പറ്റുമോ റെജിക്ക്? മാത്രമല്ല, അവിടെ LDFന്റെ പ്രകടനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, പോലീസിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് നടന്ന പ്രകടനം. ആ പ്രകടനം അവസാനിക്കുമ്പോ CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ SK സജീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ LDF പ്രവർത്തകരും പിരിഞ്ഞു പോകണം, കാരണം മറ്റവരുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഷാഫി വരുന്നുണ്ട്. ആ ഷാഫി എന്തെങ്കിലും വിക്രസ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ വിക്രസ് എന്നതിന് പറയാം, എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കും. അതുകൊണ്ട് ഇവിടെ ആരും നിൽക്കരുത്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ അജിംഷാദെ, ഞാൻ ഈ പേരാമ്പ്രയുടെ ഒരു 5-6 കിലോമീറ്റർ ഇപ്പുറത്ത് ഇന്നലെ ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പേരാമ്പ്രയിലെ LDFന്റെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയവര് ഞാൻ അവിടെ വെച്ച് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവര് വരുമ്പോ അവിടെ കുഴപ്പം നടന്നിട്ടില്ല, പിന്നീടാണ് ഈ കുഴപ്പം നടക്കുന്നത്. ഇവിടെ റെജി പറഞ്ഞത് എന്താണ്? SP അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഇത് ശബരിമലയിലെ കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ്. പ്രിയപ്പെട്ട രജി, ഇത് വളരെ കൃത്യമാണ്. ഇത് മറ്റൊരു കൊള്ളയടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ കാരണം? വയനാട്ടിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഇതേ ഷാഫി പറമ്പിലും കൂടി പിരിപ്പിച്ച് കോടിക്കണക്കിന് രൂപയുണ്ട്. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഈ സംഭവം നടന്ന പേരാമ്പ്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ വയനാട്ടിലെ ഭവന നിർമ്മാണത്തിന് പിരിപ്പിച്ചു കൊടുത്തത് 2.5 ലക്ഷം റുപ്യാണ്. എന്റെ കയ്യിൽ അതിന്റെ തെളിവുണ്ട്. ഈ കോൺഗ്രസ്സുകാർ പിരിച്ച്, പേരാമ്പ്രയിലെ നല്ലവരായ കോൺഗ്രസ്സുകാർ പിരിച്ച് അവര് ഫേസ്ബുക്കിലിട്ട കണക്ക് എന്റെ കയ്യിലുണ്ട്. ഞാൻ വെല്ലുവിളിക്കാറ് ചെയ്യേ, 2.5 ലക്ഷം റുപ്യ. അത് പേരാമ്പ്രയിലെ കോൺഗ്രസ്സുകാർ കേൾക്കുമല്ലോ ഞാൻ ഈ പറയുന്നത്. അങ്ങനെ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നിന്ന് പിരിച്ച പണം എത്രയുണ്ടാവും? 8-10 മണ്ഡലങ്ങളിലെ പൈസയുടെ കണക്ക് കൃത്യമായി ഞാൻ തരാം. എന്റെ വിഷയം അതൊന്നുമല്ല. അതിന്റെ പേരിൽ പിരിപ്പിച്ചിട്ട് ഒരു വീട് പോലും ഉണ്ടാക്കി കൊടുക്കാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പത്രസമ്മേളനത്തിൽ വന്നിട്ട് ശങ്കരാടിന്റെ രേഖ കാണിക്കുന്ന പോലെ പറയാണ്, ഇതാ 85 ലക്ഷം റുപ്യ ബാക്കിയുണ്ട്. ഇത് എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് വന്നു എന്നൊന്നും ഒരു പത്രക്കാരൻ ചോദിച്ചില്ല. എവിടെ പോയതായി പണം? വളരെ കൃത്യമാണ്. തന്റെ മുമ്പിൽ വന്ന സ്ത്രീ രൂപങ്ങളെ, അത് 18 വയസ്സായ KSUക്കാരിയാലും വേണ്ടില്ല, ചെന്നിത്തലന്റെ കൂടെ പ്രവർത്തിച്ച 69 വയസ്സായ സ്ത്രീ ആയാലും വേണ്ടില്ല, അവരൊക്കെ വിളിക്കാണ്. എവിടേക്കാ വിളിക്കുന്നത്? 5 സ്റ്റാർ ഹോട്ടലിലേക്ക്. നമ്മൾ എത്ര കേട്ടു സംഭാഷണം. നിങ്ങൾ വാ, നമുക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ ഒരുമിച്ച് താമസിക്കാം. എവിടുന്ന അവന് കിട്ടുന്ന പൈസ? വയനാട്ടിലെ മരിച്ചു വീണ മനുഷ്യരുടെ പേരിൽ ഈ നാട്ടിൽ നിന്ന് പണം പിരിപ്പിച്ചിട്ട് അത് സ്ത്രീകളെ ഭോഗിക്കാൻ വേണ്ടി 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ചെലവാക്കിയിട്ട് അതിന് കണക്കില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ഷാഫിയും ഇവിടെ പറഞ്ഞല്ലോ, ഈ കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ്. KPCC ഒരു ഫണ്ട് പിരിച്ചല്ലോ. ഈ KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആണല്ലോ, വൈസ് പ്രസിഡന്റ് ആണല്ലോ ഈ ഷാഫി. എന്തായി ആ വീടിന്റെ കണക്ക്? ഇവിടെ ആരുടെങ്കിലും കയ്യിൽ കൊടുക്കാൻ കഴിഞ്ഞു? റെജി പറ, കൃത്യമായി പറ. ഇവിടെ കോൺഗ്രസ് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇതാ വയനാടിന് പിരിപ്പിച്ചതിന് ഞങ്ങൾക്കൊരു ആപ്പ് ഉണ്ട്, ആപ്പിൽ ചെക്ക് ചെയ്താൽ മതി. ഒന്ന് കാണിച്ചു തരുമോ റെജി? ആ ആപ്പ് തന്നെയല്ലേ ഇപ്പം വയനാട്ടിലേക്ക് കോൺഗ്രസ് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി, വയനാടിന്റെ MP ആണല്ലോ, ആയിരുന്നല്ലോ. പ്രിയങ്ക റോബർട്ട് വധേരയുടെ ഭാര്യ പ്രിയങ്ക 170 കോടി രൂപ വയനാട്ടിലേക്ക് BJPക്ക് സംഭാവന ചെയ്ത റോബർട്ട് വധേരയുടെ ഭാര്യ അല്ലെ ഈ പ്രിയങ്ക, ഒരു നയാ പൈസ വയനാട്ടിലേക്ക് കൊടുത്തു. നമ്മൾ വിഷയം മാറിപ്പോന്നുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വരിക. ഈ തട്ടിപ്പ് നടത്തിയത് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മാറ്റണം. മാത്രമല്ല, തന്റെ എല്ലാമായ രാഹുലിന് രംഗത്ത് വരാൻ ഒരവസരം കൊടുക്കണം. രാഹുൽ വന്നില്ലേ? ആരാ ഈ രാഹുൽ? റെജി എന്ന് പറ. കോൺഗ്രസിന്റെ ആരാണ്? ആ ചോദ്യത്തിന്റെ ഉത്തരം ഇതുവരെ പറഞ്ഞില്ലല്ലോ. പിന്നെ സമാധാനപ്രിയരായ കോൺഗ്രസ്സുകാര് ഇന്ന് സമരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഈ ഭരണം മാറും, ഇടതുപക്ഷം വരും, ഞങ്ങൾ ഇടതുപക്ഷം വന്നാൽ പട്ടിയെ തല്ലുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാരെ തെരുവിലിട്ട് തല്ലും എന്നാണ് ഒരു കോൺഗ്രസ്സുകാരെന്ന് പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിനോട് ഒരു കാര്യം ആമുഖായി സൂചിപ്പിക്കാണ്, ഈ പോലീസ് അങ്ങ് മാറി നിന്ന് പാർട്ടി നേരിട്ട് ഏറ്റുമുട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഇപ്പൊ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇവിടെ പട്ടിയെ തല്ലുന്ന പോലെ ഒരു മനുഷ്യനെ തച്ചിരുന്നു. ആളും ഒരു ജനപ്രതിനിധിയായിരുന്നു, MLA, കൂത്തുപറമ്പിന്റെ MLA ആയിരുന്ന മനുഷ്യനെ
ലോക്കപ്പിലിട്ട് അടിച്ച് ചോരയിൽ കുളിപ്പിച്ച് ബോധം കെടുത്തി. അയാൾ ആ ചോരയിൽ കുതിർന്ന ഇതുമായിട്ട് തിരിച്ചടിക്കാൻ ഇറങ്ങിയതല്ല. നേരെ കേരളത്തിന്റെ നിയമസഭയിൽ വന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, മിസ്റ്റർ കരുണാകരൻ, നിങ്ങൾക്ക് എന്റെ നട്ടെല്ല് അടിച്ചു പൊളിക്കാൻ ഒരുപക്ഷെ പറ്റിക്കും, പക്ഷെ നട്ടെല്ല് മടക്കാൻ എനിക്ക് മനസ്സില്ലടോ എന്ന് പറഞ്ഞ മനുഷ്യന്റെ പേര് സഖാവ് പിണറായി വിജയൻ എന്നാണ്. അയാളാണ് ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ രണ്ടാമത്തെ തവണയും മുഖ്യമന്ത്രിയായി നിൽക്കുന്നത്. നിങ്ങളുടെ തട്ടിപ്പും വെട്ടിപ്പിനും പകരം ഒരു നാട്ടിൽ വികസനമുണ്ടാക്കിയ, എങ്ങനെ വികസനം? പ്രളയമുണ്ടായി, മഹാദുരന്തം ഉണ്ടായി, മഹാരോഗം ഉണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞതെന്തറിയോ? റീബിൽഡ് കേരള, പുനഃസൃഷ്ടിക്കണം കേരളത്തെ. പ്രളയത്തിന് മുമ്പുള്ള കേരളമല്ല, ഒരു പുതിയ കേരളം, അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കേരള. ഈ കേരളത്തിലെ മനുഷ്യര് അതിദരിദ്രരല്ല പോവുക, ഇന്ത്യയിൽ ചരിത്രം സൃഷ്ടിക്കാൻ പോവുക. റെജി, ഈ നവംബർ മാസം 1-ാം തീയതി പ്രഖ്യാപിക്കാൻ പോവുക. അതിദരിദ്രരില്ലാത്ത കേരളം, ഭൂമിയില്ലാത്ത മനുഷ്യരില്ല. അങ്ങനെ കൊടുത്ത ലൈഫ് ഭവന പദ്ധതി 5 ലക്ഷം ആളുകൾക്കാണ് കൊടുത്തത്. ഗുണിക്കണം × 5, ഒരു വീട്ടിൽ 5 ആളെ ഗുണിച്ചാൽ 25 ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്തു. അതിലൊരു വീടാണ് ഇതേ പേരാമ്പ്രയില് ലൈഫ് ഭവന പദ്ധതി കൊടുത്തപ്പോ ഷാഫി പറമ്പിൽ 8 മമ്മൂഞ്ഞായിട്ട് വന്നിട്ട് പറയാണ് അത് കോൺഗ്രസ് ഉണ്ടാക്കിയതാണ്. ഇടുക്കിയില് ലൈഫ് ഭവന പദ്ധതിന്റെ വീട് കോൺഗ്രസ് ആഫീസാക്കിയ മഹാമാരായി പറയുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് റെജിയുടെ പ്രസംഗ സമാധാനകാംക്ഷികളാണ് കോൺഗ്രസ്, സമാധാനം മാത്രം പറയുന്നവരാണ് കോൺഗ്രസ്. സ്വന്തം പാർട്ടിയിൽ പെട്ടവരെ കൊന്ന് കൊലവിളി നടത്തിയ കോൺഗ്രസ് അല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇത് കൃത്യമായി വയനാട് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ തന്റെ എല്ലാമായ രാഹുലിനെ രംഗത്തോണ്ട് വരാൻ അതിന് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഒരു മടിയില്ലാണ്. ഇന്ന് രാഹുൽ പത്രസമ്മേളനം നടത്തുമ്പോ കോൺഗ്രസ് നേതാക്കള് പിറകിൽ അണിനിരക്കുക. ആരാണ് ഈ രാഹുൽ? റെജിയായി ഉത്തരം പറയണം. ഈ ചർച്ച കഴിയുന്നതിന് മുമ്പ് ആരാണ് ഈ രാഹുൽ കോൺഗ്രസിന്? നിങ്ങളല്ലേ അയാളെ സസ്പെൻഡ് ചെയ്തത്? അയാൾ തെരഞ്ഞെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സസ്പെൻഡ് ചെയ്ത് കോടതിയല്ലേ? അയാൾ എന്ത് ഭാരവായി, എവിടുത്തെ ഭാരവായി? അത് കോൺഗ്രസ് ആണോ? എന്നിട്ട് ഇന്ന് ഔദ്യോഗികമായി കോൺഗ്രസിന്റെ വക്താവായിട്ട് ചാനൽ ചർച്ചയിൽ ഷാഫിന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ മറ്റു കോൺഗ്രസ്സുകാർ അകമ്പടി നിൽക്കാൻ നാണമില്ലേ കോൺഗ്രസ് എന്ന പാർട്ടിക്ക്? റെജി മറുപടി പറയാം, ആരാണ് ഈ രാഹുൽ കോൺഗ്രസിന്? ആ ചോദ്യത്തിൽ ഉത്തരം തരണം.